വിവാദം സിപിഎമ്മിന് ആകെ കുറുക്കുകയാണ്. ഇപ്പോൾ സിപിഎമ്മിനോട് ഇടഞ്ഞ് ഇടതുമുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്യമായി രംഗത്തെത്തുന്നു. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയിൽ എതിർപ്പ് പരസ്യമാക്കി സിപിഐ മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്നാണ് വിമർശനം. ജനതാദൾ എസിലും അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഈ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നു. ഇതിനിടെ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ബ്രൂവറി വിഷയം മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നു. വി അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കഴിഞ്ഞ ദിവസം സിപിഐ പരസ്യമായി ഒരു നിലപാടെടുത്തപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിപിഐ നിലപാടെടുക്കുന്നത് എങ്ങനെയാവും സ്വാധീനിക്കുക എന്ന്. ഇതിപ്പോൾ എല്ലാ വശത്തു നിന്നും സിപിഎം ഈ വിഷയത്തിൽ കുരുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ജനതാദൾ എസ് കൃഷ്ണൻകുട്ടി ആ നാട്ടുകാരനാണ്. അവിടുത്തെ ജലക്ഷാമം ഏറ്റവും നന്നായി അറിയുന്ന കൃഷ്ണൻകുട്ടി അവിടെ ഒരു നിലപാടെടുത്തില്ല എന്നതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനെതിരെ എതിർപ്പുയരുന്നു. പ്രതിപക്ഷം ക്യാബിനറ്റ് നോട്ട് പുറത്തുവിടുന്നു. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ സിപിഎം ഏറെ പാടുപെടും എന്ന നിലയിലാണോ? തീർച്ചയായും മുന്നണിക്കുള്ളിൽ വലിയൊരു എതിർപ്പ് രൂപപ്പെട്ടു വരികയാണ്. നേരത്തെ കേരള കോൺഗ്രസ് മന്ത്രിയായ റോഷി അഗസ്റ്റൊക്കെ പദ്ധതി അനുകൂലിച്ച് സംസാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ സിപിഐ കടുത്ത നിലപാടിലേക്ക് മാറുകയാണ്. മുന്നണി നേതൃത്വത്തെ ഈ ബ്രൂവറി തന്നെ ഉപേക്ഷിക്കണം, ആ പദ്ധതിനെ ഉപേക്ഷിക്കണം, റദ്ദാക്കണമെന്ന് മുന്നണി നേതൃത്വം അറിയിക്കാൻ സിപിഐ തയ്യാറെടുക്കുന്നു. JDS-ൽ വലിയ കലാപമായി നേരത്തെ തന്നെ കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് വലിയ നീക്കങ്ങൾ JDS നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയം കൂടി എടുത്ത് ഉയർത്തിക്കൊണ്ടാണ് JDS-ൽ കൃഷ്ണൻകുട്ടിയുടെ മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നത്. 9ഓളം ജില്ലാ പ്രസിഡന്റ്, നമുക്ക് വിവരമനുസരിച്ച് 9ഓളം ജില്ലാ പ്രസിഡന്റുമാരാണ് മന്ത്രിയെ മാറ്റണം. കാരണം കെ കൃഷ്ണൻകുട്ടി പ്ലാച്ചിമട സമര നായകനാണ്. JDS അവിടെ വലിയ രീതിയിൽ സമരത്തിന്റെ മുന്നിലുണ്ടായിരുന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ ഉള്ള JDS എങ്ങനെയാണ് ഇത്തരമൊരു ജലചൂഷണം ഉള്ള പദ്ധതിക്ക് അനുകൂലിക്കുക? എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നപ്പോൾ ജനതാദളിന്റെ പ്രതിനിധിയായ കെ കൃഷ്ണൻകുട്ടി അക്കാര്യത്തിൽ എതിർപ്പറിയിച്ചിരുന്ന ചോദ്യമാണ് JDS ഉയർന്നത്. അതുകൊണ്ടാണ് മന്ത്രി മാറണമെന്ന ആവശ്യവുമായി JDS രംഗത്ത് വരുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം JDS-ന്റെ ജില്ലാ പ്രസിഡന്റുമാരുടെയും സംസ്ഥാന ഭാരവാഹികളുടെയും യോഗം ചേർന്നുണ്ട്. ആ യോഗത്തിൽ ഈ വിഷയം ശക്തമായി ഉയരും. മന്ത്രി സ്ഥാനം തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കൃഷ്ണൻകുട്ടിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. മന്ത്രി കൃത്യമായി വിശദീകരിക്കണമെന്നാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്നത്. CPI അവരുടെ നിലപാട് അതേപടി തുടരുകയാണ്. ആദ്യമൊക്കെ മന്ത്രിസഭാ യോഗത്തിൽ ചെറിയ സംശയങ്ങൾ ഉന്നയിച്ചത് കേട്ടിരുന്ന് അതിന് അനുമതി നൽകുകയും പിന്നീട് പാർട്ടി സെക്രട്ടറിയെ എക്സൈസ് മന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോഴും അനുമതി നൽകിയ CPI പിന്നീട് മലക്കം മറിയുകയാണ്. തങ്ങളുടെ പ്രഖ്യാപിത പാരിസ്ഥിതിക നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന ഒരു അപമാന ഭയം കൊണ്ട് വേണം കരുതാൻ. ബിനോയ് വിശ്വം, നമുക്കറിയാം ബിനോയ് വിശ്വം ഈ പാരിസ്ഥിതിക വിഷയങ്ങളിലൊക്കെ വലിയ താല്പര്യമെടുക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഒരു ഇമേജിന് പോലും കോട്ടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും CPI. അതുകൊണ്ടുകൂടിയാണ് CPI ഇപ്പോൾ പരസ്യ വിമർശനവുമായി അല്ലെങ്കിൽ ഈ പദ്ധതി വേണ്ടുന്ന നിലപാടുമായി രംഗത്ത് വരുന്നത്. ഇന്നും അവരുടെ മുഖപത്രത്തിൽ ഒരു ലേഖനത്തിലൂടെ വിയോജിപ്പ് അവർ പരസ്യമാക്കുന്നുണ്ട്. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയുടെ എതിർപ്പ് ഈ മുഖപത്ര ലേഖനത്തിൽ അവർ വ്യക്തമാക്കുന്നു. ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളും ആശങ്കയുണ്ടാക്കിയെന്നാണ് വിമർശനം. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊഗീരിയുടെ ലേഖനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. മന്ത്രിസഭാ യോഗത്തിന് വിഷയം വരുമ്പോഴും ഒരു സംശയമെങ്കിലും ചോദിച്ച മന്ത്രിമാരിൽ ഒരാൾ P. പ്രസാദായിരുന്നു. ഈ അരി ഉപയോഗിക്കുമ്പോൾ അത് സംസ്ഥാനത്ത് അരി ക്ഷാമം ഉണ്ടാകില്ല എന്ന സംശയമാണ് പ്രസാദ് ഉന്നയിച്ചത്. അദ്ദേഹം ഈ വെള്ളത്തിന്റെ കാര്യത്തിലും സംശയം പ്രകടിപ്പിച്ചു. അതൊക്കെ ഒന്നും ഉണ്ടാകില്ല, ഉപയോഗശൂന്യമായ അരിയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് മന്ത്രി MP രാജേഷ് അവിടെ വിശദീകരിച്ചതോടുകൂടി പ്രസാദിന്റെയും CPIയുടെയും ഒക്കെ സംശയം തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കുറിപ്പിലും അതുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ കുറിപ്പിലും ഈ അരിയുടെ കാര്യത്തിൽ അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിയമ ഭേദഗതിയോടെ കുറിപ്പിൽ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. P. പ്രസാദിന്റെ ഒരു നിർദ്ദേശം ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ അത്തരം തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം പോയത്. ഏതായാലും CPM-ന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണ്. എന്ത് വില കൊടുത്തും അത് നടപ്പാക്കുമെന്നൊരു നിലപാടെടുക്കുമ്പോൾ അത്ര എളുപ്പമാകില്ല മുന്നണിയിലുള്ള കാര്യങ്ങൾ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നെന്മാറയിൽ കൂട്ടക്കൊലപാതകം നടത്തിയ പ്രതി ഇപ്പോൾ DYSP ഓഫീസിലുണ്ട്. സുധാകരൻ സ്കൂട്ടറിൽ തന്നെ ഇടിക്കാനെത്തിയപ്പോഴാണ് വെട്ടിയതെന്ന് ചെന്താമര മൊഴി നൽകി. ലക്ഷ്മി തന്റെ ജീവിതം തുലച്ചു, തെറി പറഞ്ഞ് ഓടി അടുത്തേക്ക് എത്തിയതുകൊണ്ടാണ് ലക്ഷ്മിയെ വെട്ടിയതെന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഇതിനിടെ വിഷം കുടിച്ചെന്നും ചെന്താമര പറഞ്ഞെങ്കിലും ഡോക്ടർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംനിയും ഒപ്പം അനുമോദും ചേരുന്നുണ്ട്. അനുമോദിലേക്ക്, അനുമോദ്, ഇപ്പോ
കുറച്ച് ഇയാളുടെ മൊഴിയുടെ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതൊന്നും അല്ലെങ്കിൽ പോലും ഈ പറയുന്നതിൽ പ്രധാനമായ ഒരു കാര്യം, ഇയാൾ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസം അങ്ങേ അറ്റം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം അനുമോദ് പറഞ്ഞതുപോലെ ഒന്ന് വീണാൽ പോലും അത് ജോത്സ്യനെ പോയി കാണുന്ന ഒരാൾ. അങ്ങനെയുള്ള ആളുടെ മൊഴികളെ എങ്ങനെയാണ് പോലീസ് കണക്കിലെടുക്കുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് ഈ മൊഴിയുടേതായി ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, ഈ മൊഴിയിൽ എത്രമാത്രം വിശ്വസനീയമാണെന്ന് പറയാനാകില്ല. പക്ഷെ പോലീസിന് അയാൾ നൽകിയ പ്രാഥമിക മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നതാണ്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. അത് നുണ പറഞ്ഞതാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ തന്നെ അത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതുവരേക്കും പോലീസിന്റെ നിലപാട് അയാൾ നുണ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ കൊലപാതകം സംബന്ധിച്ച് മൊഴി, പ്രതി കൊടുത്ത മൊഴി, ഇയാൾ സ്കൂട്ടറിൽ വരുമ്പോൾ സുധാകരൻ ഇടിച്ചു, തുടർന്ന് സ്കൂട്ടർ മറിയുകയായിരുന്നു. തന്റെ കൈവശമുള്ള കൊടുവാള് സുധാകരന്റെ ദേഹത്ത് തട്ടി, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതിനുശേഷം ലക്ഷ്മി തന്നെ ചീത്ത വിളിച്ചപ്പോൾ പ്രകോപിതനായി ആക്രമിച്ചു എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രതി ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള മൊഴികൾ നൽകുന്നു എന്ന് വേണം ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം പോലീസിന്റെ അന്വേഷണത്തെ എങ്ങനെ വഴിതിരിച്ചു വിടാം, അല്ലെങ്കിൽ തനിക്ക് ഒരു മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസിനെ കൊണ്ട് തയ്യാറാക്കിക്കുക എന്ന ലക്ഷ്യം ഒരുപക്ഷെ ഇയാളുടെ ഈ മൊഴികളിലൊക്കെ ഉണ്ടാകാം. ഇയാൾ ആദ്യമായിട്ടല്ല ഒരു കൊലപാതകം ചെയ്യുന്നത്. ഒരു കൊലപാതകം ചെയ്ത് വർഷങ്ങളോളം ജയിലിൽ കിടന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ നിന്ന് അയാൾ ഇതിനേക്കാൾ വലിയ ക്രിമിനൽസുമായിട്ട് ചങ്ങാത്തത്തിലായിരിക്കാം. അങ്ങനെ ഈ പോലീസിന്റെ അന്വേഷണ രീതി മനസ്സിലാക്കിയിരിക്കാം. എങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്നതിനെ കുറിച്ച് പ്രതിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാം എന്നാണ്. അങ്ങനെയാണ് എന്നല്ല. ഒരുപക്ഷെ ഇത്തരം മൊഴികളൊക്കെ അതിൻ്റെ കൂടി ഭാഗമാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പോലീസിന് കുഴക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം വിഷം കഴിച്ചു എന്ന് ഇയാൾ പറയുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ സുധാകരനുമായിട്ട് ഇയാൾ കഴിഞ്ഞ ദിവസം, ഈ കൊലപാതകത്തിന്റെ തലേ ദിവസം വാക്കുതർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ ഇയാൾ കൊല്ലാനുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അയാൾ പോലീസ് നൽകിയ മൊഴി ആകസ്മികമായി സംഭവിച്ചു എന്നുള്ളതാണ്. രണ്ട് കേസാണ്. ആകസ്മികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നുള്ള വികാരത്തിൽ സംഭവിക്കുന്ന ഒരു കുറ്റകൃത്യവും ആസൂത്രണത്തോടെ ചെയ്യുന്ന കുറ്റകൃത്യവും രണ്ടായിട്ട് തന്നെയാണ് കോടതിക്ക് മുമ്പിൽ എത്തുക. അപ്പോൾ അത്തരത്തിൽ ഇത്തരം മൊഴികൾ നൽകുന്നതിലൂടെ കൃത്യമായ ചില ലക്ഷ്യങ്ങളും പ്രതിക്കുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ സംശയിക്കാം. എന്നാണെങ്കിലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാട് SP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. എന്തൊക്കെയാണ് പോലീസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെങ്കിലും അല്പസമയത്തിന് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശരിയാണ്. ഷംന കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം.